ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ ലിവിങ് ഏരിയ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഡിസൈനിങ്ങിൽ വരുന്ന കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ലൈറ്റ് പോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട് ഒരു ലൈറ്റ് ക്രിയേഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇവിടെയാണ് നമ്മുടെ ഈ പറയുന്ന രൂപക്കൂട് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇവിടെ ഉദ്ദേശിച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ അത് വരുന്നതിന് ഫ്രീ ഏരിയ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ മൾട്ടിവുഡ്. ഈ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ മുകളിൽ മൈക്ക ഷീറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട മൈക്ക ഷീറ്റ് കറക്റ്റ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് പെയിൻറ്റിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ വുഡിൻ്റെ രീതിയിൽ വരുന്ന വുഡിൻ്റെ ഡിസൈൻ വരുന്ന മൈക്കയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ഏരിയകളിൽ നമ്മളെല്ലാം തന്നെ 1 വാട്ട് ലൈറ്റുകളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 1 വാട്ട് ലൈറ്റുകൾ നമ്മളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഓരോ കോളത്തിൽ കണ്ട് അതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഇടാമെന്ന് ആദ്യമേ തീരുമാനിക്കണം. ലൈറ്റുകൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറുകളെല്ലാം തന്നെ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വലിച്ചിടണം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ വലിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രൂപക്കൂട് ചെയ്യുന്നുണ്ടെങ്കിൽ രൂപക്കൂടിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റുകൾ മിനിമം രൂപക്കൂടിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ളത് ഒരു മിനിമം 3 ലീഡെങ്കിലും 3 കണക്ഷനെങ്കിലും കൊടുത്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് LED സ്ട്രിപ്പിന് വേണ്ടിയിട്ട്, പിന്നെ വേണ്ടിയിട്ട് വരുന്നത് സെപ്പറേറ്റ് ഒരു ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് നമ്മൾ ഫുൾ ടൈം തെളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, എന്തിനാണ് 3 സ്വിച്ച് വരാവുന്ന അല്ലെങ്കിൽ 3 ലൈറ്റ് ലീഡ് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്. കാരണം നമ്മൾ താമസവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ലൈറ്റ് മാത്രമേ നമ്മൾ രൂപത്തിൻ്റെ ഇടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ ഏരിയ നമ്മൾ കബോർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ ലീഡുകളെല്ലാം തന്നെ വലിച്ചിടണം. കിച്ചണിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ മോഡുലാർ ടൈപ്പ് കിച്ചണാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അതായത് നമുക്ക് ഗ്ലാസിൻ്റെ സെക്ഷൻ വരുന്ന ഏരിയകളുണ്ടാവും. ഇവിടെയൊക്കെ ഗ്ലാസിൻ്റെ സെക്ഷൻ വരുന്നതാണ്. ഇവിടെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാനും അതുമാത്രമല്ല ഇത് കാണുന്ന രീതിയിൽ എഫക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡുലാറിൻ്റെ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്ന ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം താഴെ വരുന്ന ഏരിയയാണ്. ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്ക ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഏരിയ നമ്മൾ പറഞ്ഞു, അതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകൾ നമ്മൾ ആദ്യമേ തന്നെ എവിടേക്കാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു 3 വാട്ടിൻ്റെ ലൈറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. 3 വാട്ടിൻ്റെ ലൈറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കബോർഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ കബോർഡ് ചെയ്ത് ആ ലെവലാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ് പോയിൻറ്റുകൾ കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ ആദ്യമേ തന്നെ കബോർഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ലൈറ്റ് പോയിൻറ്റ് വേണം, എവിടെയൊക്കെ എന്തൊക്കെ വേണം, LED സ്ട്രിപ്പ് വേണം, ഇത് ആദ്യമേ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം അവിടേക്കുള്ള പോയിൻറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടേക്കണം. അതിനുള്ള സ്വിച്ചും കാര്യങ്ങളും നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് സ്വിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ഥലം സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ എല്ലാ സ്ഥലത്തും ഒരു മിനിമം 2 സ്വിച്ചെങ്കിലും വെച്ചിട്ട് എക്സ്ട്രാ നമ്മൾ കാണണം. കറക്റ്റ് സ്വിച്ച് വെക്കുന്നതിൽ നല്ലത് 2 സ്വിച്ച് എക്സ്ട്രാ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 2 സ്വിച്ചെങ്കിലും ഏറ്റവും കുറയുന്നത് എല്ലാ ഏരിയകളിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ കണക്ഷൻസ് അതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതല്ല കറക്റ്റ് സ്വിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നീടാണെങ്കിലും നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ കൊടുക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, രൂപക്കൂടിൻ്റെ ഏരിയകളിൽ നമ്മൾ കണ്ടു. ഇവിടെയാണ് രൂപക്കൂട് വരുന്നത് മെയിനായിട്ട് വരുന്നത്. അവിടെ നമ്മുടെ താഴെ ബബിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ലൈറ്റ് പോയിൻറ്റും LED സ്ട്രിപ്പും അതുമാത്രമല്ല അഡാപ്റ്റർ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ താഴെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഗുണം വേറെ ഒന്നുമില്ല, അഡാപ്റ്റർ കാര്യങ്ങൾ ആരും കാണാത്ത രീതിയിൽ നീറ്റായിട്ട് ഏറ്റവും താഴെ ഇരിക്കും. അപ്പോൾ അത് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ലാതെ ക്ലിയർ ചെയ്യാനും സാധിക്കും. പിന്നെ സീലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.